അനധികൃത കുടിയേറ്റത്തിന് നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള US സൈനിക C-17 ട്രാൻസ്പോർട്ട് വിമാനം കഴിഞ്ഞ ദിവസം അമൃത്സറിൽ ലാൻഡ് ചെയ്തിരുന്നു. ഇതിൽ 33 പേർ ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ്. 30 പേർ പഞ്ചാബിൽ നിന്നും, 3 പേർ വീതം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും, 2 പേർ ഛത്തീസ്ഗഡിൽ നിന്നുമാണ്. നാടുകടത്തലിൽ അവർ അനുഭവിച്ച വേദനയും അവഹേളനവും രാജ്യത്തെ തുറച്ചു നോക്കുന്നതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ അനധികൃത കുടിയേറ്റക്കാരാണ്. ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ പൗരന്മാരാണ്. അമേരിക്ക അവരോട് കാണിച്ചത് അങ്ങേയറ്റത്തെ അനീതിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ അമേരിക്ക ഒരിക്കൽ പോലും അവരുടെ കുടിയേറ്റക്കാരെ മിലിറ്ററി വിമാനങ്ങളിൽ കൊണ്ടുപോകാറില്ല. ഇത്രയും നാൾ ഒരു സിവിലിയൻ പ്രൊസീജിയർ എന്ന നിലയിൽ പാസഞ്ചർ ഫ്ലൈറ്റിൽ തന്നെയാണ് കുടിയേറ്റക്കാരെ നാട്ടിലെത്തിക്കുന്നത്. ഇപ്രാവശ്യം എന്തുകൊണ്ടാകും ട്രംപ് അത് ചെയ്യുന്നത്? പ്രധാനമായും അയാളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. രണ്ടാം വരവിൽ അമേരിക്കൻ ദേശീയത ഉയർത്തിക്കാട്ടി താനൊരു അപകടകാരിയാണെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. 2019 ഹൂസ്റ്റണിലും അതിനുശേഷം ഗുജറാത്തിലും ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഒരേ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ട്രംപ് നരേന്ദ്രമോദി ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണെന്നാണ് പറയുന്നത്. അത്തരത്തിൽ വളരെ വ്യക്തിപരമായ സൗഹൃദം നിലനിർത്തുന്ന സമയത്താണ് ഈ രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. US-ൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തിയ സംഭവത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നടത്തിയ പ്രതികരണം വളരെ വിചിത്രമാണെന്ന് പറയാതെ വയ്യ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇത് ആദ്യ സംഭവമല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 2009 മുതൽ ഈ നടപടിയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒഴികെയുള്ള കുടിയേറ്റക്കാരെയാണ് വിലങ്ങിട്ട് കൊണ്ടുവന്നത്. അനധികൃതമായി വിദേശത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയ പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നത് എല്ലാ രാജ്യങ്ങളുടെയും അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. വിദേശത്ത് അനധികൃതമായി താമസിക്കുന്നതായി കണ്ടെത്തിയാൽ എല്ലാ രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരണം. നാടുകടത്തപ്പെട്ടവരോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ US അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. നാടുകടത്തപ്പെട്ടവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏജന്റുമാർക്കും അത്തരം ഏജൻസികൾക്കുമെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ വിഷയത്തെ വിദേശകാര്യമന്ത്രി ന്യായീകരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ UPA കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ പ്രശ്നം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം കുടിയേറ്റക്കാരുമായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നത് എന്നിടത്താണ്. ഇതിനു മുമ്പ് ഒരിക്കലും സൈനിക വിമാനത്തിൽ കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് പോലെ ചങ്ങലക്കിട്ട് പൗരന്മാരെ രാജ്യത്തെത്തിച്ചിട്ടില്ല. അതിൻ്റെ ക്രെഡിറ്റ് മോദി സർക്കാരിന് തന്നെയാണ്. യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രിയേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണമാണ് രാജ്യം കാത്തിരുന്നത്. എന്നാൽ അവിടെ പതിവ് തെറ്റിക്കാതെ പ്രതിപക്ഷത്തെ അവഹേളിച്ച് തടി തപ്പുകയാണ് മോദി ചെയ്തത്. അനാവശ്യമായ ഇടങ്ങളിൽ ദേശസ്നേഹത്തിന്റെ മഹത്വം പറഞ്ഞ് രക്ഷപ്പെടുന്ന മോദിയുടെ അഭിമാനം എവിടെ പോയെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുടെ മുന്നിൽ ഈ മുട്ടുമടക്കിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരിക്കൽ പോലും ഒരു വിഷയത്തിലും ഭിന്ന നിലപാടുകൾ ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് വരുന്നത്. US പ്രതിരോധ വിമാനത്തിൽ ഒരു യാത്രക്കാരൻ്റെ ചെലവ് $4,625 എന്നിരിക്കെ 5 ഇരട്ടിയിലധികം തുക ചെലവഴിച്ച് ഇന്ത്യക്കാരെ എത്തിച്ചതിൽ ഒരു ധാർഷ്ട്യമുണ്ട്. അത് നൽകുന്നത് ഭീഷണിയുടെ സന്ദേശമാണ്. ഇത്രയും പേരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്താൻ പോകുന്നുവെന്ന് മുൻകൂർ വിവരം ലഭിച്ചിരുന്നതായി ജയശങ്കർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിവരം ലഭിച്ചപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് സർക്കാർ ഒരു വിമാനം അയച്ചിരുന്നുവെങ്കിൽ ഈ മടങ്ങി വന്ന കുടിയേറ്റക്കാരെ മാന്യമായി 14 മണിക്കൂറിനുള്ളിൽ നമുക്ക് രാജ്യത്തെത്തിക്കാമായിരുന്നില്ലേ? ചുരുക്കത്തിൽ നയതന്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അടുത്ത ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നം നയതന്ത്രപരമായി മോദി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയണം. വിലങ്ങിട്ട് ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൻ്റെ വീഡിയോ അമേരിക്കൻ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരെ ഇല്ലീഗൽ ഏലിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ലോയൽ ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദിയെ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ലോയൽറ്റി എന്ന വാക്കിന് വിധേയത്വം എന്നൊരർത്ഥം കൂടിയുണ്ട്. മോദി പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ അമേരിക്കയുടെ ദാസന്മാരാണോ അല്ലയോ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ട സമയമാണിത്. അമേരിക്കയുടെ ഉറ്റ സുഹൃത്തെന്ന് ആവർത്തിച്ച് പറഞ്ഞ് അഭിമാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ സർക്കാരാണ്. വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ നേരത്തെ നോക്കി കണ്ടിരുന്നത് എന്നും, ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നും കൃത്യമായി പരിശോധിക്കേണ്ട കാര്യമാണ്.
ഈ നിശബ്ദത കൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് വല്ല നേട്ടവുമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഭരണകൂടമാണ്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം തടയാൻ ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അനധികൃത കുടിയേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. മ്യാൻമാർ, ടിബറ്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് പോലെയല്ല ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറുന്ന ആളുകളെ ഇന്ത്യ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിലേക്ക് അവരുടെ പൗരന്മാരെ കടന്നു കയറാനോ അനധികൃത കുടിയേറ്റം നടത്താനോ അനുവദിക്കാൻ പാടില്ല. കുടിയേറ്റം നമ്മുടെ രാജ്യം അഭിസംബോധന ചെയ്യേണ്ട ഒരു സാമൂഹിക പ്രശ്നമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരുകൾക്ക് കൂടിയാണ്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു തൊഴിലില്ലായ്മ. വർഷം രാജ്യത്തെ 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകും എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇതിനോടകം 20 കോടി ആളുകൾക്ക് തൊഴിൽ നൽകേണ്ട സമയം അതിക്രമിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ തന്നെയാണ് ആളുകളെ ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. വികസിത രാജ്യമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയും ഇത്തരം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ആഭ്യന്തര പ്രശ്നങ്ങളും മറച്ചുവെച്ച് കുടിയേറ്റക്കാർക്കെതിരെ തെറ്റായ വികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. നിങ്ങളുടെ രാജ്യത്തിലേക്ക് അനധികൃതമായി കടന്നു കയറിയവരാണെങ്കിൽ പോലും അവർ മറ്റൊരു രാജ്യത്തെ പൗരന്മാരാണ്, പൗരാവകാശം ഉള്ളവരാണ്. അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നതിന് പകരം അങ്ങേയറ്റത്തെ മനുഷ്യത്വഹീനത കാണിച്ച് ഇന്ത്യയെ അപമാനിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ആളുകളൊക്കെ സ്വന്തം നാടുപേക്ഷിച്ച് കൊടും തണുപ്പ് അതിജീവിച്ച് മെക്സിക്കോ, കാനഡ അതിർത്തികൾ നുഴഞ്ഞു കയറുന്നത്. അതിവിടെ വേണ്ട തൊഴിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് ഉത്തരവാദികൾ കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചത് ഒരു വിധേയത്വത്തിൻ്റെ ഭാഷയിലാണ്. ഇവിടെയാണ് അമേരിക്ക തിരിച്ചയച്ച പൗരന്മാരെ സ്വീകരിച്ച് കുടിയേറ്റക്കാർ കുറ്റവാളികളല്ല, മനുഷ്യരാണെന്ന നിലയിൽ അർഹിക്കുന്ന മാന്യതയോടെ പെരുമാറണം എന്ന ധീരമായ പ്രസ്താവന നടത്തിയ കൊളംബിയൻ പ്രസിഡന്റ് വ്യത്യസ്തനാകുന്നത്. US-ൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ നാട് കടത്തിയത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഇന്ത്യക്കാർ അർഹിക്കുന്നത് അന്തസ്സും മനുഷ്യത്വവുമാണെന്നും കൈവിലങ്ങല്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചോദിച്ചു. വിലങ്ങ് വച്ച് ഇന്ത്യൻ പൗരന്മാരെ നാട് കടത്തിയ സംഭവം കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര പരാജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നാട് കടത്തിയ രീതി വിമർശിച്ച് കോൺഗ്രസ് MP ശശി തരൂരും രംഗത്തെത്തിയിരുന്നു. അനധികൃതമായി അവിടെ തങ്ങുകയാണെങ്കിൽ ഒരാളെ നാട് കടത്താൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക നാട് കടത്തിയ രീതി ശരിയല്ല. കാരണം അവർ കുറ്റവാളികളല്ല. ബിസിനസ് വിമാനത്തിലോ സിവിലിയൻ വിമാനത്തിലോ ആണ് അമേരിക്ക ഇന്ത്യക്കാരെ നാട് കടത്തേണ്ടിയിരുന്നത്. നാടുകടത്തൽ കൂടുതൽ മാനുഷികമായ രീതിയിൽ നടത്തേണ്ടിയിരുന്നു. സോറി മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങളുടെ നിശബ്ദത 140 കോടി ഇന്ത്യക്കാരെയാണ് നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു നേതാവ് ഉയർന്നു പ്രവർത്തിക്കേണ്ടത്. ഏറെ നാളായി നടന്നു വരുന്ന മണിപ്പൂർ കലാപത്തിൽ താങ്കൾ ഇന്നും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്ന് മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. ശരിയാണ്, അതൊരു ആഭ്യന്തര പ്രശ്നമായിരുന്നു. ഒരു അന്തർദേശീയ പ്രതിസന്ധി എന്ന നിലയിൽ താങ്കൾ അവഹേളനം ഏറ്റു മടങ്ങിയെത്തിയ ഇന്ത്യക്കാരെ സാന്ത്വനിപ്പിക്കാൻ ഒരു വാക്കെങ്കിലും പറയുമെന്നാണ് ഭൂരിപക്ഷം ഇന്ത്യക്കാരും കരുതിയത്. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ താങ്കൾക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ഫലപ്രദമായി ഉപയോഗിക്കാതെ നമ്മളെല്ലാം ഇതിനോടകം കേട്ട് തഴപ്പിച്ച പഴയ പല്ലവികളാണ് താങ്കൾ പാടിയത്. കോൺഗ്രസ് താങ്കളുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായിരിക്കാം. ഏറെ നാൾ രാജ്യം ഭരിച്ച പാർട്ടി എന്ന നിലയിൽ കുറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് മാത്രം പറഞ്ഞ് ഒരു രാജ്യത്തിനെ നിത്യമായി കബളിപ്പിക്കാമെന്ന താങ്കളുടെ വിചാരം തികച്ചും നിരാശാജനകമാണ്. താങ്കൾ തന്നെ ആലോചിക്കൂ, താങ്കളെ ചരിത്രം എങ്ങനെ വിലയിരുത്തുമെന്ന്. അത് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും ഒട്ടും ഭൂഷണമായിരിക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.